ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികൾ ജയചന്ദ്രൻ ശരിക്കും ദിലീപ് അനുഭാവിയാണ്. ദിലീപിനെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ ജയചന്ദ്രൻ. കൂജ എന്ന പേരിലാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കുട്ടിക്കൽ കൂജ ജയചന്ദ്രൻ എന്ന ലെവലിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മഞ്ജുവിന്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു. അത് ഭയങ്കര വിവാദമായി മാറിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും മഞ്ജു വാര്യരെ ആൾക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു. ദിലീപിനോടാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ആൾ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ദിലീപൊക്കെ ഇവിടെ കിടക്കുന്ന സമയത്തൊക്കെ. അപ്പൊ ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാട്ടോ. അതിനുശേഷം നമുക്ക് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താണ്, മഞ്ജു വാര്യരെ അനുകൂലിച്ച് തന്നെയാണ് ശരിക്കും പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതും കൊണ്ടുപിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും അയ്യോ മഞ്ജു വാര്യരെ അവഹേളിച്ചു, സ്ത്രീകളെ മുഴുവൻ അവഹേളിച്ചു, സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ആ പോസ്റ്റ് നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നുമല്ല അയാൾ ഉദ്ദേശിച്ചത്. ശരിക്കും നമുക്ക് നല്ല പ്രബുദ്ധ ഭാരതമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും സാക്ഷരത നേടിയ നമ്മുടെ കേരളത്തിൽ ഈ ഒരു പോസ്റ്റ് വായിക്കാൻ ഉള്ള ശേഷിയൊന്നും നമുക്കില്ലേ? എന്നിട്ട് അതിന് എന്തൊക്കെയാണ് പറയുന്നത്? സ്ത്രീവിരുദ്ധത ഒരുപാട്, മഞ്ജു വാര്യർ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, മഞ്ജു വാര്യർ താങ്ങി എന്നൊക്കെ പറയുന്നു. ഒരു തരത്തിലും അയാൾ താങ്ങിയിട്ടില്ല. പക്ഷേ അയാളുടെ വൈഫ് ചെയ്തത് ഭയങ്കര, എന്താ പറയാ, എന്തോ വായിലേക്ക് വേറെ വരുന്ന, പക്ഷേ അത് പറയാൻ പറ്റില്ലല്ലോ യൂട്യൂബില്. അതുകൊണ്ട് ഭയങ്കര നാണക്കേടുണ്ടാക്കുന്ന, സ്ത്രീകൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് വൈഫ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വോയിസ് ആദ്യം കേൾക്കാം, എന്നിട്ട് നമുക്ക് പോസ്റ്റ് വായിക്കാം. അദ്ദേഹത്തിന്റെ പടത്തിൽ എന്നെ വിളിച്ച് കൂടെ നിർത്തി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ മലയാള സിനിമയുടെ മൂവി ക്യാമറ എനിക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കാണത്തില്ല. പക്ഷെ ജയിലില് ദിലീപ് എന്ന് പറയുന്ന നടൻ പെട്ടുപോയ, അയാൾ തിരിച്ചിറങ്ങി വരുന്നിടം വരെ ഞാനും എന്റെ കുടുംബവും കാത്തിരിക്കും. ദിലീപ് അവിടെ ആ ജയിലിൽ കിടക്കേണ്ടി വരാതിരിക്കട്ടെ, അങ്ങനെ വന്നാൽ അവിടെ അയാൾ കഴിക്കുന്ന ആഹാരവും, അയാൾ കിടന്നുറങ്ങുന്ന പോലെ നിലത്തും കിടന്ന് ഞാനും എന്റെ കുടുംബം അയാൾ തിരിച്ചു വരുന്നിടം വരെ അയാളോട് ഐക്യദാർഢ്യം പറഞ്ഞു. ഇതിൽ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ദിലീപിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിനു മുന്നേ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദിലീപാണ് എൻ്റെ എല്ലാ അവസരങ്ങളും ഇല്ലാതാക്കിയത് എന്ന് പരക്കെ എല്ലാവരും പറഞ്ഞു നടന്നു. അപ്പൊ എനിക്കിത് അവസരങ്ങൾ കിട്ടുന്നുമില്ല. അപ്പൊ എനിക്കും സംശയം തോന്നി, ദിലീപ് ആയിരിക്കുമോ? ഇവരൊക്കെ കലാഭവനിൽ നിന്ന് വന്നുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ദിലീപിന്റെ അടുത്ത് നേരിട്ട് കണ്ട് ചോദിച്ചു, ദിലീപേട്ട എന്തിനാണ് എൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ദിലീപേട്ടൻ അത് അറിഞ്ഞിട്ട് പോലുമില്ല. ദിലീപേട്ടനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അന്ന് വിതുമ്പി എന്നാണ് പറയുന്നത്. ദിലീപ് പറഞ്ഞു, ഇനി നീ എൻ്റെ വലിയൊരു ഫ്രണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് ദിലീപ് കൂടെ കൂട്ടി സിനിമയിലേക്ക് അവസരങ്ങൾ കൂടുതൽ ഒപ്പിച്ചു കൊടുത്തു. അന്ന് ദിലീപ് ഭയങ്കര ഹാൻഡ് ആണെന്നല്ലോ. അപ്പൊ ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞു വരുത്തിയത് ദിലീപാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇയാൾക്ക് അവസരങ്ങൾ രണ്ടാമതും ഇയാൾക്ക് റീവാല്യൂ ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് ദിലീപ് എന്ന് പറയുന്നു. അപ്പൊ ഈ കുട്ടികൾ ജയചന്ദ്രൻ അങ്ങനെ ദിലീപിന് വേണ്ടി നന്നായി പറയുന്ന സമയത്താണ് നമ്മുടെ BMW അഡ്വഞ്ചർ ബൈക്കിലെ എണീറ്റ് നിന്ന് ഓടിക്കുന്ന ഒരു വീഡിയോ മഞ്ജു വാര്യർ പുതുവത്സര ദിനത്തിൽ പോസ്റ്റ് ചെയ്യുന്നത്. ധനുഷ്കോടിയിലേക്ക് റൈഡ് നടത്തുകയാണ്. അതും ഭയങ്കരമായിട്ട് എണീറ്റ് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന തരത്തിൽ. സ്ത്രീകൾ മുഴുവൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തൊരു പ്രചോദനമാണിത്, ഇത്രയും നല്ലൊരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജുവിന്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ട് ഈ കുട്ടികൾ ജയചന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനത്തെ ലൈനിലാണ് സംഭവം കിടക്കുന്നത് കേട്ടോ. അപ്പൊ പോസ്റ്റിലെ ആദ്യത്തെ ലൈൻ എങ്ങനെയാണ്, മാസത്തിലെ 15 ദിവസം മാസമുറ ആകാത്തതിന്റെ കുറ്റവും ബാക്കി 15 ഡേയ്സ് കഴിഞ്ഞതിന്റെ കുറ്റവും ഇടയ്ക്കൊരു ദിവസങ്ങാനും കിട്ടിയാൽ അതിൽ PCODയും കൂട്ടുപിടിച്ച് മടിച്ചിരിക്കുന്ന സ്ത്രീകൾ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ, കേട്ടോ, ഉണ്ടെങ്കിൽ എന്നാ പറയാ, എല്ലാ സ്ത്രീകളെ അടിച്ചാക്ഷേപിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ചില സ്ത്രീകളുണ്ട് പണിയെടുക്കാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ പണിക്ക് പോകാൻ മടിച്ചിട്ടോ ഇങ്ങനെ 15 ദിവസവും ഇതാ എനിക്ക് മാസം മുറയാണേ, അയ്യോ വേദനയാണേ, അവിടെ വേദന, എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നത് തന്നെയാണ് ഈ സംഭവങ്ങൾ. പക്ഷെ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ. അതുകൊണ്ട് എനിക്കത് കമ്പയർ ചെയ്യാൻ ശരിക്കും പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ സെന്റൻസുമായിട്ട് ശരിക്കും ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സ്ത്രീകൾ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു 10% സ്ത്രീകൾ ഇങ്ങനെ ഉണ്ട്, ഇല്ല എന്ന് നിങ്ങൾ ആരും പറയണ്ട. പിന്നെ
PCOD എങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയും കൂട്ടിപ്പിടിച്ച് മടിച്ചിരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട്. പണിയെടുക്കാനും ജോലിക്ക് പോകാനും ഒക്കെ മടിച്ച് അയ്യോ വയറുവേദനയാണ്, തലവേദനയാണ്, മറ്റതാണ് വേദന. ഇങ്ങനെ വയറുവേദനയുള്ള സ്ത്രീകൾ ഓടിച്ചാടി പണിയെടുക്കുന്നവരും ഉണ്ട്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താണ് സ്ത്രീ വിരുദ്ധതാവുന്നത്? അടുത്ത സെന്റൻസ് നോക്കൂട്ടോ. ജീവിക്കാൻ സാഹസം വേണ്ടി വരുന്നതിനാൽ യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് അയാളെ സംശയരോഗിയാക്കി. അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട് അല്ലെ? അതായത് കുട്ടികളൊക്കെ വിചാരിച്ച് നമ്മുടെ ആ ബന്ധം തകർക്കണ്ടെന്ന് വിചാരിച്ച് അയാളുടെ എന്ത് കൊള്ളർദായ്മയും കണ്ട് സഹിച്ചുകൊണ്ട് അയാളുടെ ആ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നടക്കുന്ന സ്ത്രീകളും ഉണ്ട് സമൂഹത്തിൽ. ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? അനുഭവിക്കുന്ന സ്ത്രീകൾക്കല്ലേ അറിയാൻ പറ്റുകയുള്ളൂ. ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അപ്പോ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ടെന്നാണ് പിന്നീട് വ്യക്തമാക്കുന്നത്. പിന്നെ പറയുന്നത് മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസത്തിന്റെ മൊത്ത വ്യാപാരവുമായി ദൂരങ്ങളിൽ കഴിയുന്ന കരിങ്കോഴികളുമായി സമാധാന കരാർ ഉണ്ടാക്കുന്ന സ്ത്രീകൾ നമുക്കിടയിലുണ്ടെങ്കിൽ അത്തരക്കാർക്കും എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസമായി വരുന്ന കുറെ ആണുങ്ങളും ഉണ്ട് ഇല്ലേ? അത് സ്വന്തം ഭാര്യമാരെ ആശ്വസിപ്പിക്കില്ല. പക്ഷെ ഈ ഓൺലൈനിലൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കയ്യോ മോൾക്ക് വയറുവേദന ഉണ്ടോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ദൂരങ്ങളിലിരുന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ഭയങ്കര മിടുക്കായിരിക്കും. സ്വന്തം ഭാര്യയോട് വിഷമിച്ച് കഴിയായിരിക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കരിങ്കോഴികളും ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെയുള്ള സമാധാന കരാറ് ആയിട്ട് നടക്കുന്ന ഈ ആണുങ്ങളായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സ്ത്രീകളുണ്ട് ഇല്ലേ? പരപുരുഷ ബന്ധം സ്ഥാപിക്കുന്ന സ്ത്രീകളും നമുക്കിടയിൽ ഉണ്ടെങ്കിൽ എന്ന് രണ്ടാമത് അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം. അത്തരക്കാർക്ക് ഒരു അപവാദമാണ് മഞ്ജു വാര്യർ. ഇതിലെന്താണ് തെറ്റ്? ഇത്രയും നെഗറ്റീവുള്ള സ്ത്രീകള്, ഈ 3 തരത്തില് നെഗറ്റീവ് അടിക്കുന്ന സ്ത്രീകള്, ഈ സ്ത്രീകൾക്ക് ഒരു അപവാദമാണ് മഞ്ജു വാര്യർ. അതായത് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് സമം പോസിറ്റീവ്. അപവാദം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇത്രയും സ്ത്രീകളെ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവാണ്. അപ്പൊ 2 നെഗറ്റീവ് കൂടി ചേർന്നിട്ട് സമൻ മഞ്ജു വാര്യർ എന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് പറഞ്ഞ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്താണ്? പോസിറ്റീവ് ആയിട്ട് മാറാണ്. അങ്ങനെയാണ് നടക്കുന്നത്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി മാറുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇത്തരം സ്ത്രീകൾക്ക് അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാനായിരിക്കും ഇഷ്ടം. പക്ഷെ മഞ്ജു വാര്യർ അത്തരത്തിലുള്ള ആളല്ല. മഞ്ജു വാര്യർ സ്വന്തമായി കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ്. അങ്ങനെയുള്ള ആ മാതൃകയുള്ള മഞ്ജു വാര്യർ ഇത്തരം മടിപിടിച്ചിരിക്കുന്ന ഇത്തരം വൃത്തികെട്ട സ്ത്രീകൾക്ക് ഒരു അപവാദമാണ് എന്ന് പറയുന്നത് എവിടെയാണ് സ്ത്രീ വിരുദ്ധത? നിങ്ങളൊന്ന് പറയേ. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് പറയും. ഇതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധത? എന്നിട്ട് പറയുന്നുണ്ട് മഞ്ജു വാര്യരുടെ സെറ്റൊന്നും അല്ല ഈ ആള് ശരിക്കും. എങ്കിലും മഞ്ജു വാര്യരുടെ ഈ ഒരു കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അടിയിൽ ഒരു ലൈൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉള്ളത് അംഗീകരിക്കണം എന്ന മനോഭാവത്തിൽ എഴുതിയതാണ്. അതായത് മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള പ്രശ്നത്തിൽ ദിലീപിന്റെ സെറ്റ് തന്നെയാണ് ഞാന്. പക്ഷെ മഞ്ജു വാര്യർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉള്ളത് അംഗീകരിക്കണ്ടേ എന്ന മനോഭാവത്തിൽ എഴുതിയതാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ തന്നെ പറ. അതിലെന്റെ പൊന്നോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫുൾ ആൾക്കാരും ഓ മഞ്ജു വാര്യർ തെറ്റ് പറഞ്ഞു, മഞ്ജു വാര്യർ തെറ്റ് പറഞ്ഞു. ഇതൊന്ന് ശരിക്കും വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയപ്പോ എനിക്കൊരു തെറ്റും കാണുന്നില്ല. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നേ? മഞ്ജുവിനെ പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ താങ്ങലല്ല ഇവിടെ. ദിലീപിനോട് കടപ്പെട്ട വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. അത് ഉറപ്പുണ്ട്. പക്ഷെ അതിന് അദ്ദേഹം അടിയിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാനം ആ ഒരു ലൈൻ പറഞ്ഞിരിക്കുന്നത്. ഉള്ളത് അംഗീകരിക്കണം. എത്ര പൊട്ട ആളാണെങ്കിലും നല്ല ആളാണെങ്കിലും എനിക്ക് വിരോധമുള്ള ആളാണെങ്കിലും ഉള്ളത് അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ കമന്റ് നെഗറ്റീവ് കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ നെഗറ്റീവ് ഇട്ട വ്യക്തികൾക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. വളരെ മോശമായി പോയി. ആ മറുപടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം മോളെ. ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ വൈഫാണ്. നീയൊക്കെ ഇപ്പൊ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക്. ഒരാളൊരു പോസിറ്റീവ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കണ്ട്? അപ്പം എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ വീട്ടിലെ കാര്യം നോക്ക്. ഓക്കെ? ഇത് എന്ത് സ്ത്രീയാണിത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആൾക്കാർക്ക് നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റും ഇടാനുള്ള അധികാരം അവകാശവും ഉണ്ട്. നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, പബ്ലിക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, അത് പബ്ലിക്കലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവും പോസിറ്റീവും പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് അധികാരമുണ്ട്. അതിനെതിരെ വന്ന് ഇത്തരത്തിൽ ഈ അസുഖത്തിന്റെ പേര് പോലും പറയാൻ എനിക്ക് പേടിയാണ്. ഈ ഒരു അസുഖത്തിന്റെ പേര് ഈ അസുഖം വന്നവർ മുഴുവൻ ഇങ്ങനെ പറഞ്ഞവരാണോ? ഇങ്ങനെ പ്രാഗി കൊന്നവരെയാണ് ഈ അസുഖം വരുന്നവരെ. നാളെ നമുക്കും വരാതിരിക്കട്ടെ കേട്ടോ. നിങ്ങൾക്കും ഇപ്പൊ ഒരുപാട് പ്രാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നിന്നിട്ടും.
എല്ലാവരും ഞാനടക്കം അടങ്ങുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാരും നിങ്ങളെ പ്രാഗിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ അസുഖം വരും എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും വരാതിരിക്കട്ടെ. അയ്യോ, ആർക്കും വരാതിരിക്കട്ടെ ഇങ്ങനൊരു അസുഖം. പേടിയാണ് നമുക്ക് കേൾക്കുമ്പോ തന്നെ. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനെതിരെ പല കമന്റും വരും. തെറി നിങ്ങൾ ആരും ചെയ്യരുത്. തെറിയൊന്നും നെഗറ്റീവും പോസിറ്റീവായിട്ട് ഇടരുത്. ക്രിറ്റിസൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ആ ചെയ്യണ സമയത്ത് അവർക്ക് ഇന്ന അസുഖം വരും, പ്രാക്ക് നേടിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു അസുഖം വരും എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് കുട്ടികൾ ജയചന്ദ്രന്റെ ആ പോസ്റ്റിനെ ഞാൻ അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ ഭാര്യ പറഞ്ഞ കാര്യത്തിനെ വളരെയധികം എന്താ പറയുക 101% പ്രതികൂലിച്ചുകൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ട് ഈ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഈ അസുഖത്തെ വെച്ച് പറഞ്ഞതുകൊണ്ട്. പിന്നെ ആ പോസ്റ്റിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും അഭിപ്രായം പറയാനുള്ളത്. ഓക്കെ.